വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും അടിപൊളിയായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഞാനും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വളരെ 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 ഉപയോഗപ്രദമായ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കിയപ്പം അവർക്ക് ആർക്കും ഈ ഒരു ടോപ്പിക്കിനെ പറ്റി വലിയൊരു അറിവില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. അപ്പം ഈ ടോപ്പിക്ക് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുകൂട്ടുള്ള ടോപ്പിക്സ് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഇത് അൺഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് താഴെ കമൻറ്റിൽ ചോദിക്കാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് എന്താ ടോപ്പിക്ക് നോക്കാം. ടോപ്പിക്ക് വേറൊന്നുമല്ല, സീഡ് സൈക്ലിംഗ്. ഇപ്പം ഞാൻ ഇതിൻ്റെ ടൈറ്റിൽ ഇടാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഫോർ സ്ത്രീകൾ എന്നുള്ളതായിരിക്കും ടൈറ്റിൽ. പക്ഷേ ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ടോപ്പിക്കാണ്. എല്ലാ പുരുഷന്മാരുടെ വീട്ടിലും ഒരു സ്ത്രീകൾ കാണാതിരിക്കത്തില്ല. അവരും ഈ ടോപ്പിക്കുകൾ, ഈ പേരുകളൊക്കെ കേട്ട് അവർക്കും ഫെമിലിയർ ആയിട്ടുണ്ടാകുന്നതായിരിക്കും. ടൈറ്റിൽ കാണുന്ന മാതിരി സ്ത്രീകളെന്ന് മാത്രം ഉദ്ദേശിച്ചുള്ള ടോപ്പിക്കല്ല, ഇത് പുരുഷന്മാർക്കും കാണാം. അപ്പം ഇത് എന്തിനെ റിലേറ്റ് ചെയ്ത ടോപ്പിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ കോമൺലി കേട്ട് വരുന്ന കുറേ വാക്കുകളാണ് PCOD, പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം. പിന്നെ ഉള്ളത് ഫെർട്ടിലിറ്റി ഇഷ്യൂസ്, ഇൻഫെർട്ടിലിറ്റി. പിന്നെ ഉള്ളത് പ്രീ മെൻസ്ട്രുവൽ സിംറ്റംസ്. ഇത് ഒട്ടുമിക്ക എല്ലാ പെണ്ണുങ്ങളും പറയുന്ന ഒരു കാര്യമാണ്. എനിക്ക് പ്രീ മെൻസ്ട്രുവൽ സിംറ്റം ആണ് എന്ന് എനിക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്, എനിക്ക് മൂഡ് സ്വിങ്സാണ്. ഇതിനെല്ലാം ഉള്ള ഒരു ഡയറ്ററി റെമഡിയാണ് ഈ ടോപ്പിക്, സീഡ് സൈക്ലിംഗ്. ഇതെല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ കേൾക്കാത്തവർ ഇപ്പോൾ കേട്ടോളൂ. അപ്പോൾ എന്താണ് സീഡ് സൈക്ലിംഗ്? ഇത് അറിയുന്നതിന് മുമ്പ് ആരെങ്കിലും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും നമ്മുടെ ഈ ഹോർമോണൽ ഇംബാലൻസ് ആണ്, അല്ലെങ്കിൽ പ്രീമെൻസ്ട്രുവൽ സിംറ്റം ആണ്, PCOD ആണ്, എന്താണ് അതിൻ്റെ ബേസിക്കായിട്ടുള്ള റീസൺ എന്ന്? അപ്പം ബേസിക്കായിട്ടുള്ള റീസൺ വേറെ ഒന്നുമല്ല, ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ്. അതായത് ഒരു സ്ത്രീ ശരീരത്തിൽ മെയിൻലി രണ്ട് ഹോർമോൺസ് ആണുള്ളത്. അതായത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണും. ഇതാണ് അവരുടെ ബോഡി, അതായത് പീരീഡ്സിനെ റെഗുലേറ്റ് ചെയ്യുന്നതും പ്രഗ്നൻസിക്ക് ഹെൽപ്പ് ചെയ്യുന്നതും എല്ലാം ഈ രണ്ട് ഹോർമോൺസ്. അപ്പം ഈ രണ്ട് ഹോർമോൺസിൻ്റെ ഇംബാലൻസ് കാരണം വരുന്ന സംഭവങ്ങളാണ് ഈ ഇൻഫെർട്ടിലിറ്റിയും PCODയും പ്രീമെൻസ്ട്രുവൽ സിംറ്റമും. ഇതെല്ലാം വരുന്നത് അതിൻ്റെ ഒരു ബേസിൽ മാത്രം വരുന്നതാണ്. അപ്പം ഇത് എന്താണ് ഇതിൻ്റെ ഇഷ്യൂസ്? ഈസ്ട്രോജൻ ഒന്നെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ കുറവായിരിക്കും, അല്ലെങ്കിൽ ഈസ്ട്രോജൻ അധികമായിരിക്കും, ഇല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ അധികമായിരിക്കും, പ്രൊജസ്ട്രോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവത്തില്ല, പ്രൊജസ്ട്രോൺ കുറവായിരിക്കും. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. അപ്പം ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും പോയിട്ട് ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഹോർമോൺ ട്രീറ്റ്മെൻറ്റ്സിനൊക്കെ പോകുന്നതിന് മുന്നേ ഒരു വട്ടം ഒരു 2-3 months ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ആവശ്യമായിട്ടുള്ള ഹോർമോൺസ് ഒന്നും നമ്മുടെ ശരീരത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എന്താണ് നമുക്ക് നോക്കാം. ഒരു പീരീഡ്സിൻ്റെ ഇപ്പം ഫസ്റ്റ് ഡേ ഓഫ് പീരീഡ്സ് തൊട്ട് നെക്സ്റ്റ് ഡേ ഓഫ് പീരീഡ്സ് വരെയുള്ള ടൈമിന് നമ്മൾ ഒരു സൈക്കിളിനെ വിളിക്കുന്നത്. അപ്പം ഈ ഒരു പീരീഡ്സിൻ്റെ സൈക്കിളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഹോർമോൺ തെറാപ്പി, അതായത് നാച്ചുറൽ ഹോർമോൺ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഈ നാച്ചുറൽ ഹോർമോൺ തെറാപ്പിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ സീഡ് സൈക്ലിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ അത് മിനിമം ഓഫ് 3 months ഉപയോഗിച്ചാൽ മാത്രമേ അതുകൊണ്ട് കാര്യമുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് യാതൊരുവിധ യൂസും ഇല്ല. ഒരു വട്ടം 1 month യൂസ് ചെയ്തു അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ട് പ്രയോജനമില്ല. നമ്മൾ കണ്ടിന്യൂസ് ഒരു 3 months മിനിമം യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടത്തുള്ളൂ. അപ്പം എങ്ങനെയാണ് ഈ സീഡ് സൈക്ലിംഗ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. 4 സീഡ്സാണ് മെയിൻലി ഉപയോഗിക്കേണ്ടത്. അതായത് ഒന്ന് ഫ്ലാക്സ് സീഡ്സ്, പിന്നെ ഒന്ന് പംപ്കിൻ സീഡ്സ്, പിന്നെ ഒന്ന് സൺഫ്ലവർ സീഡ്, പിന്നെ ഒന്ന് സീസം സീഡ്. ഫ്ലാക്സ് സീഡ് എന്ന് ഇപ്പോൾ കടയിൽ പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഫ്ലാക്സ് സീഡ്. മിക്കവാറും എല്ലാ ഡയറ്റീഷ്യൻസും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഫ്ലാക്സ് സീഡ്. പിന്നെ രണ്ടാമത്തെ പംപ്കിൻ സീഡ്, അതായത് നമ്മുടെ മത്തങ്ങേൻ്റെ അരിയുണ്ടല്ലോ, അതാണ് പംപ്കിൻ സീഡ്. പിന്നെ മൂന്നാമത്തത് നമ്മുടെ സൺഫ്ലവർ സീഡ്, അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നാലാമത്തത് സീസം സീഡ്, അതായത് എള്ള്, നമ്മുടെ നാച്ചുറലി ഉള്ള എള്ളുണ്ടയൊക്കെ ഉണ്ടാക്കുന്ന എള്ളില്ലേ, ആ എള്ളാണ് സീസം സീഡ്. ഈ 4 സീഡ്സ് വെച്ചിട്ട് നമ്മുടെ ഹോർമോൺസിനെ എങ്ങനെ ബാലൻസ് ചെയ്യാമെന്ന് നോക്കാം. പിന്നെ ആദ്യമേ അതിന് മുന്നേ നമ്മുടെ ഒരു നോർമൽ സൈക്കിൾ, ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ എന്ന് പറയുമ്പം അതൊരു 28 days. ഇപ്പം ഒരു പീരീഡ്സ് എന്ന് തുടങ്ങി
നെക്സ്റ്റ് ഒരു പീരീഡ്സ് വരെയുള്ള ഡേയ്സ്, അതായത് 28 ഡേയ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, ഓ എൻ്റെ പീരീഡ്സ് 30 ഡേയ്സിലാണല്ലോ വരുന്നത്, അല്ലെങ്കിൽ 35 ഡേയ്സിലാണല്ലോ വരുന്നത്. 28 to 35 ഡേയ്സ് ഇസ് ദ നോർമൽ സൈക്കിൾ. ഒരു സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു 28 ഡേയ്സ് ടു 35 ഡേയ്സ് വരെ വരാം. പക്ഷേ നമ്മൾ ഒരു ആവറേജ് സൈക്കിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 28 ഡേയ്സിനെയാണ്. ആ 28 ഡേയ്സ് ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്ന ഈ ഡയറ്ററി മോഡിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും എടുക്കാൻ പോകുന്നത് ഈ 28 ഡേയ്സ് എന്ന് പറഞ്ഞ ഒരു കാൽക്കുലേഷനിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മുടെ പീരീഡ്സിനെ ടോട്ടലി ഡിവൈഡ് ചെയ്യുക രണ്ടായിട്ട്. ഈ 28 ഡേയ്സിന് നമ്മൾ ഫസ്റ്റ് 14 ഡേയ്സ് ആയിട്ടും സെക്കൻഡ് 14 ഡേയ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഫസ്റ്റ് 14 ഡേയ്സ് ആണ് നമ്മൾ ഒരു മെഡിക്കൽ ടെർമിനോളജിയിൽ പറയുവാണെങ്കിൽ ആ ഫസ്റ്റ് 14 ഡേയ്സിനെയാണ് നമ്മൾ ഫോളിക്കുലാർ ഫേസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മളുടെ ഓവം ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതൊരു നമ്മുടെ യൂട്രസിൻ്റെ ലൈനിങ്ങും എല്ലാം വരുന്നത്, ഈ എൻഡോമെട്രിയും ഒക്കെ വരുന്നത് ഡെവലപ്പ് ആവുന്ന സമയമാണ് ഈ ഫസ്റ്റ് 14 ഡേയ്സ്. സെക്കൻഡ് 14 ഡേയ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ലൂട്ടിയൽ ഫേസ്. ഈ ലൂട്ടിയൽ ഫേസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഫോർ ദ പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ഫോർ ദ നെക്സ്റ്റ് പീരീഡ്. അതാണ് ഈ ലൂട്ടിയൽ ഫേസ്. അപ്പം ഫസ്റ്റ് 14 ഡേയ്സിൽ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ഹോർമോണാണ് ഈസ്ട്രജൻ. സോ ഈ ഫസ്റ്റ് 14 ഡേയ്സിൽ ഈസ്ട്രജൻ കുറവാണെങ്കിൽ അപ്പം നമ്മുടെ യൂട്രസിലെ ലൈനിങ്ങും ഒക്കെ ഭയങ്കര തിന്നായിരിക്കും. ആ യൂട്രസിൻ്റെ ലൈനിങ് ഒന്നും വെക്കൂല. ആ ഈസ്ട്രജൻ്റെ കുറവ് കാരണം നമ്മുടെ ഹോർമോൺസ് നമ്മുടെ യൂട്രസിൽ അത്രയും ഒരു പ്രിപ്പറേഷൻ കുറവായിരിക്കും. ഈ ഫോളിക്കിൾസ് ജനറേറ്റ് ചെയ്യുന്നത് ഭയങ്കര കുറവായിരിക്കും. പിന്നെ സെക്കൻഡ് ഫേസ്, അതായത് സെക്കൻഡ് 14 ഡേയ്സ്. ഈ സെക്കൻഡ് 14 ഡേയ്സിലാണ് പ്രൊജസ്ട്രോൺ ഡെവലപ്പ് ചെയ്യുന്നത്, പ്രൊജസ്ട്രോൺ ആവുന്നത്. ആ പ്രൊജസ്ട്രോൺ നമ്മുടെ മെയിൻലി നമ്മുടെ പ്രഗ്നൻസിക്ക് അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് പീരീഡ്സിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ആ ടൈമിൽ ഈസ്ട്രജൻ കൂടുതലാണെങ്കിൽ എന്താ നടക്കാൻ പോകുന്നത്? പീരീഡ്സ് ഡിലേ ആകും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഹോർമോണ് ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തമ്മിലുള്ള ഒരു ബാലൻസ് ശരിയായില്ലെങ്കിൽ നമ്മൾക്ക് ഉണ്ടാവുന്ന ഹോർമോണൽ ചേഞ്ചസ് ആണ് എല്ലാത്തിനും ഉള്ള കാരണം. അപ്പം അതിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഈ സീഡ് സൈക്ലിംഗ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് 14 ഡേയ്സ്, അതായത് നമ്മൾ പീരീഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് 14 ഡേയ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് കഴിക്കേണ്ടത്? നമ്മുടെ ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും. ഫ്ലാക്സ് സീഡ്സിൽ ഈസ്ട്രോജൻ്റെ കണ്ടൻറ്റാണ് അധികമായിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഫസ്റ്റ് 14 ഡേയ്സിൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ്ട്രോജൻ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഈ ഈസ്ട്രോജൻ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, നമ്മളുടെ ബോഡി എക്സസ് ആയിട്ട്, ചിലവരുടെ ബോഡിയിൽ എക്സസ് ആയിട്ട് ഈസ്ട്രോജൻ ഡെവലപ്പ് ആകും. ആ ഈസ്ട്രോജൻ എക്സസ് ആയിട്ട് വരുന്ന ഈസ്ട്രോജനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യും. അതാണ് ഈ ഫ്ലാക്സ് സീഡ്സിൻ്റെ ഹെൽപ്പ്. രണ്ടാമത് നമ്മൾ കഴിക്കുന്ന സീഡാണ് പംകിൻ സീഡ്. ഇതിനകത്ത് ഫുൾ ഓഫ് വൈറ്റമിൻ ഇ ആൻഡ് മിനറൽസ് ഉള്ള. ഈ മിനറൽസും വൈറ്റമിൻ ഇയും നമ്മുടെ ബോഡിയിൽ പ്രൊജസ്ട്രോണിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് ഈ വൈറ്റമിൻ ഇയും മിനറൽസും. മെയിൻലി മിനറൽസും സിങ്കും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന എന്താ പറഞ്ഞാൽ നമ്മുടെ പ്രൊജസ്ട്രോൺ ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് 14 ഡേയ്സിൽ എന്തൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സീസം സീഡും സൺഫ്ലവർ സീഡും. ഈ സൺഫ്ലവർ സീഡിൽ സെയിം ലൈക്ക് ഫ്ലാക്സ് സീഡിൽ നമ്മുടെ ഈസ്ട്രോജൻ, ഫൈറ്റോ ഈസ്ട്രോജൻ ആണുള്ളത്, ഈസ്ട്രോജൻ കണ്ടൻ്റ് ആണുള്ളത്. ഇത് എന്താ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയിലുള്ള എക്സസ് ആയിട്ടുള്ള ഈസ്ട്രോജനെ കൺട്രോൾ ചെയ്ത് അവിടെ നിർത്തും. അതാണ് സൺഫ്ലവർ സീഡിൻ്റെ ഡ്യൂട്ടി. പിന്നെ സീസം സീഡിൽ എന്താ പറഞ്ഞാൽ നമ്മളുടെ മിനറൽസും സിങ്കും വൈറ്റമിൻസും ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഈ സീസം സീഡ്. ഈ സീസം സീഡ് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. ആ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുമ്പം ഒരു സൈഡിൽ ഈസ്ട്രോജൻ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു, ഒരു സൈഡിൽ പ്രൊജസ്ട്രോണിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യും. അപ്പം ഒരു ബാലൻസ് വരും. പ്രൊജസ്ട്രോണും ഈസ്ട്രോജനും തമ്മിലൊരു ബാലൻസ് വരുമ്പോഴത്തേക്കും നമ്മുടെ പീരീഡ്സും റെഗുലർ ആകും, നമ്മുടെ ഹോർമോൺ നമ്മുടെ അണ്ടർ കൺട്രോളിൽ വരും. അതാണ് മെയിൻലി ഇവിടെ നടക്കുന്നത്. ഇനി ഇത് കഴിക്കേണ്ട രീതിയെപ്പറ്റി നമുക്ക് നോക്കാം. ഫസ്റ്റ് 14 ഡേയ്സിൽ നമ്മൾ പൊടിച്ച ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡ്സും നമ്മൾ കഴിക്കുക. സെക്കൻഡ് 14 ഡേയ്സിൽ നമ്മൾ പൊടിച്ച സൺഫ്ലവർ സീഡും പിന്നെ അതിൻ്റെ കൂടെ സീസം സീഡും കൂടെ ചേർത്ത് 1 സ്പൂൺ വെച്ച്, ഈ 4 സാധനങ്ങളും 1 സ്പൂൺ വെച്ച്, ആദ്യത്തെ 14 ഡേയ്സിൽ 2 എണ്ണം 1 സ്പൂൺ വെച്ച് രാവിലെ കഴിക്കുക. പിന്നെയും രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. രാവിലെ എന്ന് പറഞ്ഞാൽ ഞാനൊരു നോർമലി ഉള്ള ഒരു ഇത് പറഞ്ഞതാണ്. പക്ഷേ രാവിലെയോ വൈകിട്ടോ എപ്പോഴാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം ഉള്ളത്, അപ്പോൾ നിങ്ങൾ 1 സ്പൂൺ വെച്ച്, പക്ഷേ ഡെയിലി കഴിക്കുക. ഫോർ 3 മന്ത്സ് മിനിമം 3 മന്ത്സിൽ നമ്മൾ കഴിച്ചാൽ മാത്രമേ ഇതിനൊരു എഫക്റ്റ് ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ സീഡ് സൈക്ലിംഗ്. ഇത് കഴിച്ചിട്ട് എഫക്റ്റ് കിട്ടിയ കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ ഒത്തിരി റിസർച്ച് ഇതിനെ പ്രൂവ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റഡീസ് ഒരുപാടുണ്ട് സീഡ് സൈക്ലിങ്ങിനെ. അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരു 3 ഇയേഴ്സ് മുമ്പ് എൻ്റെ
സിസ്റ്ററിന് ഇതേ പ്രശ്നം വന്നിട്ട് പുള്ളിക്കാരത്തി ഈ സീഡ് സൈക്ലിങ് ചെയ്ത് അവളുടെ ഹോർമോൺസ് ബാലൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് പറയുവാണ്, നിങ്ങൾ ഈ പ്രീമെൻസ്ട്രൽ സിംറ്റംസും അതൊക്കെ കുറച്ച് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് വന്ന് എനിക്ക് കമൻറ്റ് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതുകൂട്ടുള്ള ഇൻഫോർമേറ്റീവായിട്ടുള്ള ടോപ്പിക്സുമായിട്ട് വരുന്നവരെ see you.